തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 6 സീറ്റുകളിൽ LDF UDF നിന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ്, BJP പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കൃത്യമായ ഒരു ചൂണ്ടുപലകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്നിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒരു ഭാഗത്ത് ഇപ്പോൾ LDFന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പരിപാടികൾ നടന്നു. പ്രതിപക്ഷം ബഹിഷ്കരിച്ചെങ്കിലും നവകേരള സദസ്സ്. ഇപ്പോൾ UDFന്റെ ജാഥ നടന്ന് അവസാനിക്കാറായിരിക്കുന്നു. BJPയുടെ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലും പശ്ചാത്തലത്തിലുമാണ് LDF സർക്കാരിൻ്റെ സമരം ഡൽഹിയിൽ നടന്നു. ഇതെല്ലാം നടന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ്. 6 സീറ്റ് LDF പിടിച്ചെടുത്തിരിക്കുന്നു. ഒരേപോലെ UDFൽ നിന്നും BJPയിൽ നിന്നും. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ സിറ്റിംഗ് സീറ്റ് വൻ ഭൂരിപക്ഷത്തിനാണ് LDF പിടിച്ചെടുത്തിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്. ഇപ്പോൾ കേരളത്തിന് അർഹമായ കേന്ദ്രവിഹിതം തരാതെ, ഇവിടെ നിന്ന് പിരിക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം നൽകാതെ കേരളത്തെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരും LDFും ജനങ്ങൾക്കിടയിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമാക്കി കൊണ്ടുവന്നു. അതിനെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഈ പ്രതികാര നടപടിയെ പിന്തുണയ്ക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ ഡൽഹിയിലെ സമരത്തിൽ അവർ വിട്ടുനിന്നത്. എന്നാൽ മറ്റ് മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാന ദേശീയ നേതാക്കളെല്ലാം പങ്കെടുത്തിട്ടും കേരളത്തിലെ പ്രതിപക്ഷം അതിൽ സഹകരിക്കാതിരുന്നു. അപ്പോൾ ജനങ്ങൾ അതിനെല്ലാം കൊടുത്തൊരു താക്കീത് കൂടിയാണിത്. കേന്ദ്ര BJP സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന UDFനുള്ള തിരിച്ചടി കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമുക്ക് കാണാം. ഈ ജനവിധി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ചൂണ്ടുപലകയാണ് എന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായൊരു ചൂണ്ടുപലകയാണ്. കാരണം ഇത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ്. ഏത് നിമിഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരാം, വിജ്ഞാപനം വരാം. അതിന് തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ജനവിധിയാണിത്. അതുപോലെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ എക്സൈസ് കമ്മീഷണർ ഒരു ഉത്തരവിട്ടിട്ടുണ്ട്, ബാറുകളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് സംബന്ധിച്ച്. അപ്പോൾ അത് മറ്റ് ജില്ലകളിലും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടോ എന്ന് എക്സൈസ് വകുപ്പ് പരിശോധിക്കും. അത്തരം ആക്ഷേപങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും അന്വേഷിക്കും. വന്ന ഒരു പ്രശ്നത്തെ മുൻനിർത്തിയിട്ട് അന്വേഷിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത്തരം ഒരു പ്രവണതയെയും വെച്ച് ഉറപ്പിക്കുകയില്ല. ഉറപ്പായിട്ടും. സംശയം എന്താ? ഒരു സംശയം അക്കാര്യത്തിൽ വിചാരിക്കേണ്ട. അത്തരം സമീപനങ്ങളെ, തെറ്റായ വഴിവിട്ട നടപടികളെ വെച്ച് ഉറപ്പിക്കില്ല.